ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ ചെയ്യാൻ പറ്റുന്ന പച്ചക്കറികൾ ഏതൊക്കെയെന്നതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പയർ നമുക്ക് എല്ലാ മാസവും കൃഷി ചെയ്യാവുന്നതാണ്. പലതരത്തിലുള്ള പയറുണ്ട്. പച്ചപ്പയറുണ്ട്, വയലറ്റ് പയറുണ്ട്, അതുപോലെ 1 മീറ്റർ പയർ, അങ്ങനെ പലതരത്തിലുള്ള പയറുണ്ട്. നിലത്ത് പടർത്താവുന്ന രീതിയിലുള്ള പയറുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണേലും തിരഞ്ഞെടുക്കാവുന്നതാണ്. സ്ഥല സൗകര്യമില്ലാത്തവർക്ക് ഗ്രോ ബാഗിലോ ബക്കറ്റിലോ എങ്ങനെ വേണേലും കൃഷി ചെയ്യാൻ പറ്റും. ഒരു 10 മൂട് പയറുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ പയർ നമുക്ക് കിട്ടുന്നതായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ പരമാവധി ജൈവ രീതിയിൽ തന്നെ കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് നമുക്ക് ഈ സമയത്ത് നടാൻ പറ്റിയ ഒന്നാണ് വെണ്ട കൃഷി. വെണ്ട തന്നെ പലതരത്തിലുണ്ട്. ഗ്രീൻ വെണ്ട, റെഡ് വെണ്ട, ആനക്കൊമ്പൻ, അങ്ങനെ പലതരത്തിലുള്ള വെണ്ടയുണ്ട്. പടവലം നമുക്ക് ഈ മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ്. പിന്നെ കുക്കുംബർ, പീച്ചിൽ, ഇവയെല്ലാം നമുക്ക് ഈ മാസം നട്ടുകൊടുക്കാൻ പറ്റും. പച്ചമുളക് നമുക്ക് ഇപ്പോൾ നടാൻ പറ്റും. ഒരു 4-5 ഗ്രോ ബാഗിലെങ്കിലും പച്ചമുളക് നട്ടുപിടിപ്പിക്കാനായിട്ട് എല്ലാ വീട്ടമ്മമാരും ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ചീര കൃഷി. മഴക്കാലത്തൊഴികെ മറ്റെല്ലാ സമയത്തും ചീര നടാൻ പറ്റും. പലതരത്തിലുള്ള ചീരകളുണ്ട്. ചുവന്ന ചീര, പച്ചച്ചീര, വ്ളാത്താങ്കര ചീര, അതുപോലെ മയിൽപ്പീലി ചീര, പാൽ ചീര, സുന്ദരി ചീര, അങ്ങനെ ഏത് വേണേലും നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇതെല്ലാം നടാനായിട്ട് പാകമായി നിൽക്കുന്ന ചീരത്തൈകളാണ്. ചീരത്തൈകൾ നടുമ്പോൾ നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ നട്ടു കൊടുക്കുക. നടുന്ന സമയത്ത് ഒരല്പം വിത്തിൻ്റെ കൂടെ ഒരല്പം മണലും മഞ്ഞൾപ്പൊടിയും കൂടി, ഉറുമ്പിൻ്റെ ശല്യം വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നട്ടു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഈ മാസം കൃഷി ചെയ്യാൻ പറ്റിയതാണ് മത്തൻ, കുമ്പളം തുടങ്ങിയവ. വഴുതന നമുക്ക് ഈ മാസം കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് കൃഷി ചെയ്യാവുന്നത് മണ്ണിനടിയിൽ നടാവുന്ന ചേന, ചേമ്പ്, മഞ്ഞൾ, ഇഞ്ചി, ഇവയെല്ലാം ഈ മാസത്തിൽ തന്നെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ സ്ഥലമില്ലാതെ കൃഷി ചെയ്യാൻ മടിച്ചിരിക്കുന്നവർ ഗ്രോ ബാഗിലോ ബക്കറ്റിലോ ഒക്കെ ആയിട്ട് വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പരമാവധി പരിശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.